വാത്സല്യ സ്നേഹിതരെ, യാക്കോബിന്റെ ലേഖന പഠന പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങൾ, അതിന്റെ ആദ്യ യാമമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നു. മുമ്പ് ഞാൻ ഓർപ്പിച്ചുള്ളതുപോലെ ക്രമീകൃതമായ നിലയിൽ അടുക്കും ചിട്ടയോടും കൂടെ വിഷയാസ്പദമായി ഈ പുസ്തകം പഠിക്കുക എന്നുള്ളതാണ് എന്റെ രീതി. അതുകൊണ്ട് ആ നിലയിൽ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അതേറ്റം പ്രയോജനകരമായി ഭവിക്കും എന്ന കർത്താവിൽ ഞാൻ ആശ്വസിക്കുന്നു. ചിതറിപ്പാർക്കുന്ന സഹോദരന്മാരായ ഈ വിശുദ്ധന്മാർ നാനാവിധമായ പരീക്ഷകളിൽ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം നാനാവിധമായ ഈ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന സഹോദരന്മാരോട് വിശ്വാസത്തിൽ ധൈര്യമുള്ളവരായിരിക്കാൻ അവരെ ഉപദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ലേഖനമാണ് ഈ ലേഖനം. നമ്മൾ വിശുദ്ധ ബൈബിൾ ആദ്യോടൊന്നും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയം, ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളുള്ള ആളുകൾ തങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റിയതും അതുപോലെ ജീവിതത്തിലെ പരീക്ഷകളെ അതിജീവിച്ച് ജയാളികളായി മാറിയതുമായ ചരിത്രം വിശ്വാസ പുരുഷന്മാരായ ധാരാളം ആളുകളുടെ ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവ് കോറിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിൽ അനുഭവിക്കുന്ന പരീക്ഷകൾ എല്ലാവർക്കും ഉള്ളത് ഒരുപോലെ ആയിരിക്കുകയില്ല. വിവിധങ്ങളായ പരീക്ഷകളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. നമുക്ക് വാസ്തവത്തിൽ പരിശോധനകൾ പുറത്തുനിന്നും പരീക്ഷകൾ അകത്തുനിന്നും ഉണ്ടാകാറുണ്ട്. പുറത്തുനിന്ന് വിശ്വാസികളായ നമുക്കുണ്ടാകുന്ന എതിർപ്പുകളെ പരീക്ഷകൾ എന്നാണ് പറയുന്നത്. യാക്കോബ് 1:1 മുതൽ 12 വരെ. അതുപോലെ യാക്കോബ് 1:13 മുതൽ 27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് നമുക്കുണ്ടാകുന്ന പരീക്ഷകളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. അതിന്റെ എല്ലാം ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വളർച്ച അല്ലെങ്കിൽ പക്വതയാണ്. ഞാനും നിങ്ങളും വാസ്തവത്തിലെ ജീവിതത്തിലെ പരീക്ഷകളെ വിജയങ്ങളാക്കി മാറ്റുവാൻ പഠിക്കേണ്ടവരാണ്. 1940കളിൽ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ബഹുമാന്യ പിതാക്കന്മാരായിരിക്കുന്ന വി.ടി. മത്തായിച്ചായനും ഇ.പി. വർഗീസ് അവറുകളും വടക്കൻ പറവൂർ അങ്കമാലി പ്രദേശങ്ങളിൽ ചില വീടുകൾ കയറി ലഘുലേഖകൾ വിതരണം ചെയ്തും കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിച്ചും ഇങ്ങനെ വരുമ്പോൾ ഒരു കുടിലിൽ അവർ ചെന്ന് കയറി. ആ കുടിലിൽ ചെന്ന് കയറിയിട്ട് ആ കുടിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 സിസ്റ്റേഴ്സാണ് ഉള്ളത്, വിധവമാരായ 2 സഹോദരിമാർ. അവിടെ വേറെ ആരുമില്ല. അവർ രണ്ടും കൂടി അവിടെ ഇരുന്ന് പരിമിതമായി ഇരിപ്പിടത്തിലിരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവരോട് പറഞ്ഞു. അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ച് അവർ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ നേരത്ത് ഈ സഹോദരിമാരെ ഒരല്പം കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോകണം എന്ന് അവർ നിർബന്ധിച്ചു. ദേവദാസന്മാരായ അവര് അവിടെ ഇരിക്കാൻ അവര് ആവശ്യപ്പെട്ടു. അങ്ങനെ കടുങ്കാപ്പി കൊണ്ടുവന്ന് വന്നപ്പോൾ അന്ന് 3-4 കോഴിമുട്ടയും കൂടെ പുഴുങ്ങിയത് അവരുടെ കൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ അല്പം ഫലിതം പറയുന്ന ആളായിരുന്നു മത്തായിച്ചാൻ. അത് ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് മുമ്പോട്ട് പോവുകയും വളരെ ക്ഷാമവും ദാരിദ്ര്യവും കൊടികുത്തി വാഴുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ചോളം, ബജറ മുതലായതുപോലും പരിമിതമായി റേഷനായി കിട്ടിക്കൊണ്ടിരുന്ന കാലത്ത് വിധവമാരായ 2 സഹോദരിമാര് എങ്ങനെയാണ് സുവിശേഷ വേലക്കാരായ ഇവർക്ക് കോഴിമുട്ട പുഴുങ്ങിക്കൊടുത്തത് എന്ന് വി.ടി. മത്തായിച്ചായൻ അവരോട് ചോദിച്ചു. ഈ ലോകം മുഴുവൻ ക്ഷാമത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കോഴിമുട്ട? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ബജറ കോഴിമുട്ടയാക്കുന്നൊരു സംവിധാനമുണ്ട്. അല്പം കൗതുകത്തോടെ അവർ ചോദിച്ചു, അതെന്തോ ടെക്നോളജിയാണ്? അപ്പൊ അവർ പറഞ്ഞു, ഇത് വെറും നിസ്സാരമായ ടെക്നോളജിയാണ്. ഞങ്ങൾ ബജറ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് അത് കോഴിക്ക് കൊടുക്കും. കോഴി അത് തിന്ന ശേഷം മുട്ടയിടും. ഞങ്ങൾ മുട്ട പുഴുങ്ങി കഴിക്കും. ബജറ കോഴിമുട്ടയാക്കുന്ന പരിപാടി. ജീവിതത്തിന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കുവാൻ, പരീക്ഷകളെ ജീവിതത്തിലെ അതിജീവിച്ച് അത് നന്മയാക്കി തീർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ സഹോദരന്മാര് ഈ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറഞ്ഞ ദൃഷ്ടാന്തം. ബജറ കോഴിമുട്ടയാക്കുന്ന പോലെ ജീവിതത്തിന്റെ പരീക്ഷകളെയും പരാജയങ്ങളെയും വിജയങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലെ പരിശോധനകളും പരീക്ഷകളും വിജയങ്ങളാക്കി മാറ്റണമെങ്കിൽ അതിന് സഹായകമായ 4 ഘടകങ്ങളാണ് ഈ യാക്കോബിന്റെ 1 അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ 4 പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കാം. ഒന്നാമത് പറയുന്നത് കൗണ്ട്, യാക്കോബ് 1:2 എണ്ണുക എന്ന് വേണമെങ്കിൽ പറയാം. റോമാലേഖനം 6 പൗലോസ് ഈ പദപ്രയോഗം ആവർത്തിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. എണ്ണുക. 2 1:3 അറിയുക. പിന്നെ 1:4 9 11 ചോദിക്കുക. അതുപോലെ തന്നെ അറിയുക. പിന്നെ 1:4 അനുവദിക്കുക. 4 പദപ്രയോഗങ്ങൾ: എണ്ണുക, 2 അറിയുക, 3 അനുവദിക്കുക, 4 ചോദിക്കുക. എണ്ണുക, അറിയുക, അനുവദിക്കുക, ചോദിക്കുക. ഇങ്ങനെ 4 പദപ്രയോഗങ്ങളിൽ ഉറച്ചുനിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെയും പരീക്ഷകളെയും വിജയങ്ങളാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും എന്ന് യാക്കോബ് പറയുന്നു. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനിവാര്യമായ 4 ഘടകങ്ങൾ ഇവിടെ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 സന്തോഷകരമായിരുന്ന ഒരു മനോഭാവം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സന്തോഷകരമായ ഒരു മനോഭാവം ഉണ്ടാകണം. 2 ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, അതായത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ്. സന്തോഷകരമായ ഒരു മനോഭാവം, മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു മനസ്സ്. 3 ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടം. 4 വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം. ഇതാണ് ഈ മേൽ പറഞ്ഞ 4 പദങ്ങളുടെ വിസ്താരമായ ആശയം. എന്തൊക്കെയാണ്? കൗണ്ട്, അതുപോലെ തന്നെ നോയ്, ലെറ്റ്, അതുപോലെ ആസ്ക്. എണ്ണുക, അറിയുക, അനുവദിക്കുക, ചോദിക്കുക എന്ന് പറയുന്നതിന്റെ വിസ്തൃതമായ ആശയം. 1 ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്, സന്തോഷകരമാകുന്ന ഒരു മനോഭാവം. 2 ആൻ അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്, കാര്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു മനസ്ഥിതി. 3 സറണ്ടേഡ് വിൽ, പ്രതിഷ്ഠിക്കപ്പെട്ട ഇച്ഛ. 4 വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരിശോധനകളെ അതിജീവിച്ച് ജയാളികളായി തീരുവാൻ നമുക്ക് സാധിക്കും. അതിൽ ആദ്യത്തെ ഭാഗം കൗണ്ട്, എണ്ണുക അല്ലെങ്കിൽ സന്തുഷ്ടമായിരിക്കുന്ന ഒരു മനോഭാവം. അതിന്റെ 1 അധ്യായം 2 വാക്യം. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള അനുഭവം എന്ന് പറയുന്നത്. ഔട്ട്ലുക്ക് ഡിറ്റർമൈൻസ് ദി ഔട്ട്കം എന്നൊരു ചൊല്ലുണ്ട്. പല ആളുകളുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. സുവിശേഷവേല ചിലർക്ക് ധനാഗമനത്തിനു വേണ്ടിയും സുഖലോലുപതിയിൽ ജീവിക്കുവാനുള്ള ഒരു മാർഗമായും തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട്. കാഴ്ചപ്പാട് അതായതുകൊണ്ട് അവരുടെ പ്രതീക്ഷ ഏതെങ്കിലും നിലയിൽ ഭംഗിയായി ഇതുകൊണ്ട് ജീവിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന മാർഗങ്ങളൊക്കെ അവർ നോക്കും. വളരെ ചുരുക്കം ആൾക്കാർക്ക് ക്രിസ്തു ഞാൻ മുഖാന്തരം ജീവനാലാകട്ടെ മരണത്താലാകട്ടെ മഹിമപ്പെടണം എന്നേ ഉള്ളൂ എന്ന് പൗലോസ് പറഞ്ഞ പോലുള്ള പ്രതീക്ഷ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതാണ്: ഔട്ട്ലുക്ക് ഡിറ്റർമൈൻസ് ദി ഔട്ട്കം ആൻഡ് ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് ദി ആക്ഷൻ. മനോഭാവം നമ്മുടെ പ്രവൃത്തി വെളിവാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാട് പരിണതഫലത്തെ ഉളവാക്കുന്നു. വാസ്തവത്തില് പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും പരിശോധന ഉണ്ടാകുമ്പോൾ നാം അതിൽ പരാജയപ്പെട്ടു പോകുന്നെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ആത്യന്തികമായി അവന്റെ ജീവിതത്തിന്റെ ഒരു പരാജയമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16:33 ഇപ്രകാരം പറഞ്ഞു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രവൃത്തി 14:22 അപ്പോസ്തലനായ പൗലോസ് അതിനോട് ചേർത്ത് ഇങ്ങനെ പറഞ്ഞു: ഇങ്ങനെ അനേക കഷ്ടങ്ങൾ കൂടി നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് ആകുന്നു. ഞാനും നിങ്ങളും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരാകുന്ന ദൈവമക്കളായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥിരവാസം ഇല്ലാത്ത ആളുകളായതുകൊണ്ട് നാനാവിധമായ പരിശോധനയുടെ അനുഭവങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്.
വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ കൂടെ പോകണം എന്നില്ല, പോകത്തും ഇല്ല. എന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ 49 വർഷത്തിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച മിക്കവാറും കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ നടന്നിട്ടില്ല. എന്റെ പ്രതീക്ഷകളൊക്കെ തകർത്ത് അതിന് വ്യത്യസ്തമായ നിലയിലാണ് ജീവിതാനുഭവങ്ങൾ പോയിട്ടുള്ളത്. ചില സമയത്ത് ചില പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്. മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും വിവിധങ്ങളായ പരിശോധനകളുണ്ട്. ഒരാൾക്കുണ്ടാകുന്ന പരിശോധനയായിരിക്കില്ല വേറൊരാൾക്കുണ്ടാകുന്നത്. അതിൽ വൈവിധ്യത ഉണ്ടാവാം. മനുഷ്യരായതുകൊണ്ട് പരിശോധന ഉണ്ടാവാം. ആ പരിശോധനകളിലെ അപകടങ്ങള്, അതുപോലെ തന്നെ നിരാശയുടെ അനുഭവങ്ങള്, പിന്നെ ചില പരാജയങ്ങള്, അനർത്ഥങ്ങള്, ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് മാനുഷികമാണ്. പല ആളുകൾക്കും ഇത് സംഭവിക്കുന്നു. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്ന് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യുക്തിക്കോ ശാസ്ത്രത്തിനോ മറ്റ് യുക്തിചിന്തകൾക്കോ ഒന്നും വേണ്ടത്ര നിലയിൽ ഉള്ള വിശദീകരണം നൽകാൻ കഴിയാത്ത ജീവിത അനുഭവങ്ങൾ ഉണ്ടാകാം. മറ്റു ചില ആളുകളെ സംബന്ധിച്ചോളം അവർ ക്രിസ്തീയ വിശ്വാസികളായി തീർന്നു എന്നുള്ളതിന്റെ പേരിലുള്ള പരിശോധനകളാണ് അവർക്ക് ഉണ്ടാകാറുള്ളത്. പത്രോസ് അതേക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതായത്, Beloved, think it is not strange concerning the fiery trials which is to try you as though some strange thing happened unto you. നിങ്ങൾക്ക് പിന്നെ പരീക്ഷയ്ക്കായി ഭവിച്ചിട്ടുള്ള ഈ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്ന് വെച്ച് നിങ്ങൾ പരിഭ്രമിച്ചു പോകരുത് എന്നാണ് 1 പത്രോസ് 4:12 പത്രോസ് പ്രസ്താവിക്കുന്നത്. പിശാച് നിരന്തരമായി നമ്മോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ലോകം നമ്മളോട് എതിർക്കുന്നു. പിശാച് പോരാടുന്നു, ലോകം നമ്മോട് എതിർത്ത് നിൽക്കുന്നു. വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിന്റെ പോരാട്ടത്തിന് ഇത് ഒരു കളം ഒരുക്കുകയും ചെയ്യുന്നു. ഇവിടെ ഈ പരീക്ഷയിൽ അകപ്പെടുക, ഫോൾ ഇൻ ടു എന്ന് പറയുന്ന വാക്ക് വാസ്തവത്തില് അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വിഡ്ഢിത്തരം എന്ന് ചിന്തിക്കേണ്ട. അതെന്താ അതിന്റെ അർത്ഥം അറിയാമോ? ദൈവം അതിന്റെ അർത്ഥം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പരീക്ഷകളെയും പരിശോധനകളെയും അഭിമുഖീകരിക്കുമ്പോൾ എന്നാണ് എന്റെ ശരിയായ ട്രാൻസ്ലേഷൻ. നമ്മുടെ ജീവിതത്തില് ധാരാളം പരിശോധനകൾ, വ്യത്യസ്ത നിലയിലുള്ള പരിശോധനകൾ. ഒരു പരിശോധന കഴിഞ്ഞു കഴിയുമ്പോൾ അടുത്ത പരിശോധന, ഒന്നിനു പുറകെ ഒന്നായി ചെയിൻ പോലെ ഒക്കെ ഇങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകും. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദ ലോർഡ് വെൻ ഐ ഷാൽ ബി ഡെലിവേർഡ് ഔട്ട് ഓഫ് ദിസ് ചെയിൻ ഓഫ് ട്രയൽസ് ഇൻ മൈ ലൈഫ്. ഒരു ഇങ്ങനെ കണ്ണി പോലെ, ചങ്ങല പോലെ ജീവിതത്തെ സമീപിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിന്ന് എന്ന് ഒരു വിടുതൽ ലഭിക്കും. നമുക്കിതിനൊന്നും അർത്ഥം വാസ്തവത്തില് അല്ലെങ്കിൽ അതിന്റെ വിശദീകരണം മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. പലവിധമായ പരീക്ഷകളാണ്. എന്നാൽ ജീവിതത്തിൽ വരുന്ന എല്ലാ പരിശോധനകളും എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അവരുടെ സ്വഭാവം വ്യത്യസ്തം ആയിരിക്കും. എന്നാൽ അതിന്റെ എല്ലാ ആത്യന്തികമായ അന്തം എന്ന് പറയുന്നത് കർത്താവിന്റെ മഹത്വമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പരിശോധനയുടെയും ആത്യന്തികമായ ഫലം ദൈവത്തിന്റെ മഹത്വമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പൊ ഇവിടെ എണ്ണുക എന്ന് പറയുന്ന ഈ പദപ്രയോഗം പരിശോധനകളിലും പരീക്ഷകളിലും നമ്മളെ ജയാളികളായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന എണ്ണുക, അറിയുക, അനുവദിക്കുക, പിന്നെ എന്നിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 3-4 കാര്യങ്ങൾ സമർപ്പിക്കുക. അതില് ആദ്യത്തെ പദമാകുന്ന എണ്ണുക എന്നതിന്റെ ശരിയായ അർത്ഥം വാസ്തവത്തില് അതൊരു സാമ്പത്തിക മേഖലയോട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ്. നമ്മുടെ ഈ കുറെ പൈസ കിട്ടിയാൽ അത് എണ്ണി നോക്കാറുണ്ട്. അത് വാസ്തവത്തിൽ എണ്ണുക എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ടൈമാണ്. അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യുക, കണക്ക് കൂട്ടുക, വിലയിരുത്തുക, വിലമതിക്കുക എന്നൊക്കെയാണ്. നമ്മള് കണക്കുകൂട്ടലും വിലമതിപ്പും നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ തന്റെ ജീവിതത്തിലെ ഇവാലുവേഷനെ സംബന്ധിച്ച് അദ്ദേഹം ആവർത്തിച്ച 4 അധ്യായമുള്ള ലേഖനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് അദ്ദേഹം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എല്ലാം ചപ്പുന്നും ചവറുന്നും എന്ന് എണ്ണുന്നു എന്ന് പറയുന്നുണ്ട്. തനിക്ക് വിലയേറിയതായി ലോകത്തിലുണ്ടായിരുന്ന പലതും താൻ വിലയില്ലാത്തതായി എണ്ണിക്കളഞ്ഞു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ, പ്രയോറിറ്റീസ്, ജീവിതത്തിന്റെ മുൻഗണനകൾ ഏത് വിഷയത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ എണ്ണുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആത്മീയജീവിതത്തിൽ ക്രിസ്തുവിനും അവന്റെ രാജ്യത്തിനും നിത്യതയ്ക്കും മുൻഗണന അല്ലെങ്കിൽ പരിഗണന കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം പിറകിൽ വന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ലോകം, ജഡം,
ജീവിത സുഖ സൗകര്യങ്ങൾ അത് മുമ്പിലും സുവിശേഷം, കർത്താവ്, ദൈവരാജ്യം, പ്രത്യാശ ഇത് പുറകിലും നിൽക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിയായ നിലയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നവരാകുന്നു എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ലോകത്തിലെ ഏത് മിടുക്കനായ മനുഷ്യനും എന്തെല്ലാം ഈ ഭൂമിയിൽ നേടിയാലും ദൈവരാജ്യത്തിനു വേണ്ടിയും വരുവാനുള്ള നിത്യതയ്ക്ക് വേണ്ടിയും എന്തെങ്കിലും ആദായപ്പെടുത്താതെ ഈ ലോകത്തിനു വേണ്ടി സ്വരുക്കൂട്ടുന്നവൻ ആരും വാസ്തവത്തിൽ നിത്യതയെക്കുറിച്ച് ദർശനമുള്ളവരോ ജീവിതത്തെ ശരിയായ നിലയിൽ എണ്ണുന്നവരോ അല്ല. പൗലോസ് പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വെളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ എന്ന് തോന്നുന്നവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ വാസ്തവത്തില് നമ്മുടെ ജീവിതത്തിൽ പരിശോധന ഉണ്ടാകുമ്പോൾ നാം ഇത് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിലും കർത്താവ് ഈ പരിശോധനയിൽ കൂടി നമ്മിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള വീക്ഷണത്തിലും അതിനെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഒരു ക്രിസ്തീയ വിശ്വാസി, സമർപ്പിതനായ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിന്റെ പരിശോധനകളുടെ നടുവിൽ എന്താണ് ചെയ്യേണ്ടത്? ഹി ലീവ്സ് ഫോർ ദ തിങ്സ് ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. ജീവിതത്തിന്റെ അതിപ്രധാനമായ കാര്യം എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ തന്റെ ജീവിതത്തെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും എബ്രായലേഖനം 12:2 പറയുമ്പോൾ തന്റെ മുമ്പാകെ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ താൻ വിലയിരുത്തിയത് തന്റെ ക്രൂശമരണം കൊണ്ട്, അല്ലെങ്കിൽ ക്രൂശമരണമാകുന്ന ഭയങ്കര പരിശോധനയിൽ കൂടി കർത്താവ് കടന്നു പോകുമ്പോൾ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നതാണ് കണക്കുകൂട്ടി. അവർ വാല്യൂസ് ഡിറ്റർമൈൻസ് അവർ ഇവാലുവേഷൻ. നമ്മുടെ വില മതിപ്പാണ് വാസ്തവത്തില് നമ്മുടെ ഈ വാല്യൂസ്, മൂല്യമാണ് വാസ്തവത്തില് കണക്ക് കൂട്ടാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മള് ജീവിതത്തിന്റെ സ്വഭാവ രൂപീകരണത്തെക്കാൾ അധികം നമ്മുടെ ജീവിതത്തിന്റെ കംഫോർട്ടാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? വാസ്തവത്തിലെ ജീവിതത്തിലെ പരിശോധനകൾ നമ്മളെ അപ്സെറ്റ് ചെയ്യും, വല്ലാതെ മാനസിക സംഘർഷത്തിലാക്കും. എന്നാൽ ഭൗതിക നന്മകളോ അല്ലെങ്കിൽ ആത്മീക നന്മകളെക്കാൾ ഉപരിയായി ആത്മീക കാര്യങ്ങളെ ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് ജോയ്, അതായത് തികഞ്ഞ സന്തോഷം ആയിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വാസ്തവത്തില് ഈ ഭാവി ഭൂതകാലങ്ങളിൽ, ഗതകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്ന നേട്ടങ്ങളെയോ സംവിധാനങ്ങളെയോ ഒക്കെ മനഃപൂർവ്വമായി മറന്നുകൊണ്ട് ക്രിസ്തുവേശുള്ള പ്രത്യാശയിൽ മുൻപോട്ട് ഗമിക്കാൻ നമുക്ക് സാധിക്കണം. പരിശോധനയിൽ നമ്മൾ നമ്മെ തന്നെ വിലയിരുത്തുകയും അത് പരിശോധനയുടെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഇയ്യോബ് തന്റെ പുസ്തകം 23:10 പറഞ്ഞതുപോലെ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന ആത്മധൈര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വളരെ സന്തുഷ്ടമായിരിക്കുന്ന ഒരു മനോഭാവത്തോടെ നമ്മുടെ പരിശോധനകളെ നോക്കി ദൈവത്തിൽ പുഞ്ചിരിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും നമ്മുടെ സന്തോഷത്തിനും അനുഗ്രഹത്തിനായി ദൈവം അനുവദിച്ച ജീവിത സാഹചര്യമാണെന്ന് വിലയിരുത്തുവാനും നമുക്ക് സാധിക്കുമ്പോൾ പരിശോധനകളെ വിജയങ്ങളാക്കി, പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട വി ടി മത്തായിച്ചായൻ, ഇ പി വർഗീസ് സാർ എന്നിവരുടെ വിധവന്മാരായ സഹോദരന്മാർ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ ടെക്നോളജി, അതായത് വി ടേൺ അവർ ട്രാജഡീസ് ഇൻടു ട്രയംഫ്, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ വിജയങ്ങളാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ വേർസ്റ്റ് ഓഫ് ദ ലൈഫ് ഇൻടു ദ ബെസ്റ്റ്, ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ടതിനെ നമുക്ക് ഏറ്റവും നന്മയ്ക്കായിട്ട് മാറ്റുവാനായിട്ട് സാധിക്കും. ആൻഡ് ഡിഫീറ്റ് ഇൻടു വിക്ടറി, പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാനായും സാധിക്കും. ഈ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ സഹോദരന്മാരെ, നാനാവിധമായ പരീക്ഷകൾ നിങ്ങൾ അകപ്പെടുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ തുടങ്ങുന്ന ഈ വാക്കിന്റെ ആശയം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ആത്മീക ആശയമാണ്. ഈ ചിന്ത തുടർന്നുള്ള പഠനത്തിനും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗമനത്തിനും ദൈവം കൂടുതലായി നമുക്ക് ബലപ്പെടുവാൻ സഹായകമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ 4-ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ.